ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും ചായ കുടിച്ചു. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പം രാത്രിയാണ് കേട്ടോ ഷൂട്ട് ചെയ്യണത്. അപ്പം അതിൻ്റേതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ റിംഗ് ലൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകണമെന്നേ ഉള്ളൂ കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു കുക്കിംഗ് റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് 5 മിനിറ്റ് കൊണ്ടൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പാൻ കേക്കിൻ്റെ റെസിപ്പിയാണ്. ഇപ്പം കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കും അല്ലെങ്കിൽ ഓഫീസിൽ പോകുമ്പോൾ പെട്ടെന്ന് കഴിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു പാൻ കേക്കാണ്. അതിൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. അപ്പം വീഡിയോ കാണുക, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അഭിപ്രായം പറയാം കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇവിടെ നല്ല മഴ കേട്ടോ, 3 ദിവസമായിട്ട് മഴയാണ്. അപ്പോൾ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള പാൻ കേക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഒരു മിക്സി ജാറിൽ 1 കപ്പ് ഗോതമ്പ് പൊടി, 1 കപ്പ് ശർക്കരപ്പൊടി, പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡ, ഒരു 2 പഴം, ഒരു ഇത്തിരി നെയ്യും കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് നമുക്കത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. എന്നിട്ടൊരു പാൻ ചൂടാക്കിയിട്ട് നമുക്ക് നന്നായിട്ടൊരു ഇത്തിരി കനത്തി തന്നെ നമുക്കതൊന്ന് ചുട്ടെടുക്കാം കേട്ടോ. ഒരുപാട് നൈസാവണ്ട, ഇത്തിരി കട്ടിയിൽ. അപ്പം നമ്മളുടെ പാൻ കേക്ക് റെഡിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, കുട്ടികളൊക്കെ ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. കുട്ടികൾക്ക് മാത്രമല്ല, ഓഫീസിൽ പോകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നവർക്കും നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. ഏകദേശം നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പം കാലത്ത് നേരം വൈകിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ പോകുന്നവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനും കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാര്യം ഇത് 5 മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ സ്വീറ്റ് അധികം വേണമെങ്കിൽ കുറച്ച് ഹണിയോ ഇല്ലെങ്കിൽ കുറച്ച് ഷുഗറോ നമുക്ക് ആഡ് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ ഡയറ്റൊക്കെ ചെയ്യുന്നവരാണെന്ന് വെച്ചാൽ ഗീ ഒഴിവാക്കാം കേട്ടോ. നമുക്ക് കാലത്ത് ഒന്നും കഴിക്കാണ്ട് പോണേക്കാളും നല്ലതല്ലേ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോണത്. ഒരു 10-11 മണിയാകുമ്പോൾ നമുക്ക് വയറ് കാണാനൊക്കെ തുടങ്ങും. അങ്ങനെയുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓഫീസിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് കഴിച്ചിട്ട് പോകാൻ പറ്റണം കേട്ടോ. 5 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റണമല്ലേ. നമ്മൾ സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യണത് നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. അങ്ങനത്തെ സമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. പിന്നെ സ്വീറ്റൊക്കെ ആയതുകൊണ്ട് നല്ലതാണ് കേട്ടോ. അപ്പം വൈറ്റ് ഷുഗറും അല്ല, അപ്പം അതൊരു നല്ല ഓപ്ഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് അഭിപ്രായം പറയാം കേട്ടോ. നല്ലതാണെങ്കിലും അല്ലെങ്കിലും പറയാം. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.